ഷൈജു ആന്റണി, ആൽമായ മുന്നേറ്റ സമിതിയുടെ പ്രസിഡന്റ് നമുക്കൊപ്പമുണ്ട്. ശ്രീ ഷൈജു ആന്റണി, കുർബാന തർക്ക വിഷയത്തിൽ വിമത വിഭാഗത്തിന് PFIയുടെ പിന്തുണയുണ്ടായിരുന്നു. തനിക്കതിൻ്റെ തെളിവുകൾ ഒരു ഉദ്യോഗസ്ഥൻ നൽകിക്കഴിഞ്ഞു. ഇതാണ് ആൻഡ്രൂസ് താഴത്ത് പറയുന്നത്. അങ്ങനെ പിന്തുണ കിട്ടിയിരുന്നോ നിങ്ങൾക്കൊക്കെ? ഒന്നാമത്തെ കാര്യം, ആൻഡ്രൂസ് താഴത്ത് അങ്ങനെയല്ല അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു ഉദ്യോഗസ്ഥൻ തെളിവ് നൽകിയെന്നല്ല, ഒരു ഉദ്യോഗസ്ഥനിൽ നിന്ന് ഉദ്യോഗസ്ഥൻ പറഞ്ഞറിഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം, അതിനകത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നം എന്നതിനകത്ത് പറഞ്ഞിട്ടില്ല. സീറോ മലബാർ സഭയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞങ്ങളുടെ മുന്നിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പറഞ്ഞ ഈ ആരോപണം ഏത് ഉദ്യോഗസ്ഥനാണ് പറഞ്ഞത്, ഏത് അന്വേഷണ ഏജൻസിയാണ് പറഞ്ഞത്? അദ്ദേഹവും കർദിനാൾ ആലഞ്ചേരിയും യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നാഷണൽ അന്വേഷണ ഏജൻസികളുടെ റഡാറിൽ ഉള്ള ആളുകളാണ്. അവർക്കെതിരെ അന്വേഷണം അതേ ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണ ഏജൻസികൾ നടത്തിയതിന്റെ തെളിവുകളുണ്ട്. ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതാണ്. അങ്ങനെ അവർക്കെതിരെ അന്വേഷണം നടക്കുന്നതിന്റെ ഇടയിൽ എങ്ങനെയാണ് അതേ ഏജൻസിയിലെ ഒരു ഉദ്യോഗസ്ഥനുമായി ഇദ്ദേഹം ഒരു രഹസ്യ കൂടിക്കാഴ്ച നടത്തുകയും ഔദ്യോഗിക രഹസ്യം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കാര്യം ഇദ്ദേഹത്തോട് വെളിപ്പെടുത്തുകയും ചെയ്തത് എങ്ങനെയാണ്? ഇതിന്റെ പേരിലാണോ, ഈ ഉദ്യോഗസ്ഥൻ വഴിയാണോ ഇവർക്കെതിരെ ഉണ്ടായിരുന്ന അന്വേഷണങ്ങളെല്ലാം തടസ്സപ്പെട്ടത്? ആ അന്വേഷണങ്ങളെല്ലാം ഇന്ന് മരവിച്ചു പോയ അവസ്ഥയിലാണ്. ഇവരാരും ഒരിക്കൽ പോലും ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടില്ല. ഇവർക്കെതിരെ ഉണ്ടായിരുന്ന അന്വേഷണങ്ങൾ തടസ്സപ്പെടാൻ ഈ ഉദ്യോഗസ്ഥനാണോ കാരണക്കാരൻ? എന്തുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥൻ ഇത്തരമൊരു വിവരം അറിഞ്ഞപ്പോ അത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു പ്രതിയായ ഒരു മെത്രാന്റെ അടുക്കൽ വന്ന് പറഞ്ഞത്? അദ്ദേഹം പറയേണ്ടിയിരുന്നത് അദ്ദേഹത്തിന്റെ ഉന്നതാധികാരികളോടാണ്. കേസെടുത്ത് അന്വേഷിച്ച് കുറ്റക്കാരെ ശിക്ഷിക്കുകയാണ് വേണ്ടത്. അതിന് പകരം അദ്ദേഹം ചെയ്തത് എന്താണ്? അദ്ദേഹത്തിന്റെ കേസിലെ പ്രതിയായ ഒരു മെത്രാനെ കണ്ടിട്ടാണ് ഈ കാര്യം പറഞ്ഞു എന്ന് പറയുന്നത്. അതുകൊണ്ട് CBCIയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ മാർ താഴത്ത് അദ്ദേഹത്തിന്റെ പേരും അദ്ദേഹത്തിന് കിട്ടിയ വിവരങ്ങളും വെളിപ്പെടുത്താൻ തയ്യാറാകണം. സീറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷന്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ സീറോ മലബാർ സഭയുടെ അധ്യക്ഷനും മെത്രാപ്പോലീത്തൻ വികാരിക്കും ഇതേ നിലപാട് തന്നെയാണോ എന്ന് അദ്ദേഹം വ്യക്തമാക്കണം. മറ്റൊന്ന്, ഞങ്ങൾ ഇതിനെ രാഷ്ട്രീയമായി കാണുന്നത് മറ്റൊരു തരത്തിലാണ്. ഇതിനകത്ത് RSSനെ വിമർശിച്ചു എന്ന ഒരു തോന്നൽ ഉണ്ടാക്കുമ്പോഴും RSSന് സഹായകമായ നിലപാടുകളാണ് ആ അഭിമുഖത്തിലുടനീളം കാണുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, LDFും UDFും ക്രിസ്ത്യാനികളെ അവഗണിച്ചു എന്നതിനകത്ത് പറയുന്നു. കേരളത്തിൽ LDFും UDFും ക്രിസ്ത്യാനികളെ അവഗണിക്കുകയാണ് എന്ന് അദ്ദേഹം അതിനകത്ത് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനു മുമ്പ് സമാനമായ സാഹചര്യങ്ങളിൽ നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ SNDPയുടെ ആസ്ഥാനത്തും NSSന്റെ ആസ്ഥാനത്തുമൊക്കെ വർഗീയ ധ്രുവീകരണം നടത്താനുള്ള ശ്രമങ്ങൾ സംഘപരിവാർ സംഘടനകൾ നടത്തിയിരുന്നു. അതുപോലൊരു ശ്രമം ഇന്ന് സീറോ മലബാർ സഭയുടെ അല്ലെങ്കിൽ ആഗോള കത്തോലിക്ക സമിതിയുടെ ആസ്ഥാനത്ത് നടന്നു എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്ന മറ്റൊരു കാര്യം. മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം സീറോ മലബാർ സഭയിൽ നുഴഞ്ഞു കയറി ഭിന്നിപ്പുണ്ടാക്കാൻ പരിശ്രമിച്ചു എന്ന ഒരു വെളിപ്പെടുത്തൽ അത്ര നിസ്സാരമായൊരു വെളിപ്പെടുത്തലല്ല. അത് ഒരു കമ്മ്യൂണൽ റൈവൽറി ഉണ്ടാക്കാൻ സാധ്യതയുള്ള അതിവിദൂര സാധ്യതയുള്ള ഒരു വെളിപ്പെടുത്തലാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി അദ്ദേഹം ഇതിന്റെ വിശദാംശങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ ഹാജരാക്കുകയും അദ്ദേഹത്തിന് ഇത് വെളിപ്പെടുത്തി കൊടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥനും ആ വെളിപ്പെടുത്തി കൊടുക്കാനുണ്ടായ സാഹചര്യങ്ങളും അദ്ദേഹം പൊതുസമൂഹത്തോട് തുറന്നു പറയുകയും ചെയ്യണം. ഇനി അതിൽ നിന്ന് അദ്ദേഹത്തിന് ഒളിച്ചോടാൻ പറ്റില്ല. ഇത് CBCIയുടെ സമ്പൂർണ്ണ സമ്മേളനത്തിന് ഇതേ നിലപാട് തന്നെയാണോ എന്ന് CBCI വെളിപ്പെടുത്തണം. കേരളത്തിൽ LDFും UDFും ക്രിസ്ത്യാനികളെ അവഗണിക്കുകയാണെന്നും കേരളത്തിൽ മുസ്ലിം സമുദായം ക്രിസ്ത്യാനികൾക്കിടയിൽ കടന്നു കയറി ഭിന്നിപ്പുണ്ടാക്കാൻ പരിശ്രമിക്കുകയാണെന്നുമുള്ള ഒരു നിലപാട് CBCIക്കും സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്തിനും ഇതേ നിലപാട് തന്നെയാണോ ഉള്ളതെന്നും, അല്ലെങ്കിൽ ഈ പ്രതികളായ രണ്ട് മെത്രാന്മാരുടെ വ്യക്തിപരമായ അഭിപ്രായമാണോ എന്നും അവർ വെളിപ്പെടുത്തേണ്ടതുണ്ട്. അതിനുശേഷമേ ബാക്കി കാര്യങ്ങൾ പറയാൻ കഴിയും.
ശരി, ഷൈജു ആന്റണി, താങ്കൾ ഒന്ന് തുടരുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.